നിമ്മി ബെൻസൺ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ വന്നെങ്ങനെ കേട്ടോ. അവിടെ തന്നെ ഒരു ഉപ്പ് സോഡ വെക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിതേ അവിടെ നിന്ന് ഓരോ ഉപ്പ് സോഡയൊക്കെ കുടിച്ച് സ്റ്റാത്തിന് ഞങ്ങൾ സ്കൂളിലാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയത്. അവനറിയാൻ പാടില്ല ഞങ്ങൾ വന്നു വരുമെന്ന്. അങ്ങനത്തെ ഞങ്ങൾ ആ ഫോർട്ട് കൊച്ചിയിൽ ബീച്ചിൻ്റെ അരികത്ത് തന്നെ ഞങ്ങളിങ്ങനെ ഇരുന്ന് ഓരോ ഉപ്പ് സോഡയൊക്കെ ഇങ്ങനെ കുടിക്കണം കേട്ടോ. ഞങ്ങൾ ഈ ജോലിയുടെ തിരക്കും ഇതൊക്കെ കൊണ്ട് അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഈ സമയത്തൊക്കെ ഇറങ്ങലൊക്കെ ഭയങ്കര കുറവാണ്. കുറേ നാളുകൂടിയാട്ടോ ഞങ്ങളിങ്ങനെ ഇറങ്ങിയത്. അതെല്ലാം കഴിഞ്ഞിട്ട് ചേട്ടൻ അവിടെ പ്രാവിന് മൂങ്താൾ വാങ്ങിച്ചു കൊടുക്കണമായിരുന്നു കേട്ടോ. ആദ്യം ഈ പ്രാവ് അന്നില്ലായിരുന്നു, പേടിച്ച് മാറി നിൽക്കണമായിരുന്നു കേട്ടോ. എന്തോരം പ്രാവായിരുന്നു, ഇഷ്ടംപോലെ പ്രാവുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് പോയത്. അതുകൊണ്ട് ബീച്ചിലൊന്നും ആരും അധികം തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. പ്രാവ് ആദ്യമൊക്കെ മാറിയിരുന്നെങ്കിലും ചേട്ടൻ്റെ കയ്യിലോട്ട് വന്നെല്ലാം കൊത്തി കഴിക്കണമായിരുന്നു കേട്ടോ. ചേട്ടൻ അപ്പം ആദ്യം തന്നെ കൊടുത്തപ്പോൾ തന്നെ എന്നോട് പറഞ്ഞായിരുന്നു, എടി ആദ്യം പേടിച്ച് മാറി നിൽക്കുമെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിലോട്ട് തന്നെ വരുമെന്ന് പറഞ്ഞത്. ശരിയാണ് കേട്ടോ. എല്ലാം കയ്യിലോട്ട് വന്നിട്ട് ഇങ്ങനെ കഴിക്കണമായിരുന്നു. കുറച്ച് പേര് അങ്ങോട്ട് മാറി നിൽക്കണമായിരുന്നു കേട്ടോ, പേടിച്ചിട്ട് കണ്ട അറ്റത്ത് കുറേ പേര് ഇങ്ങനെ മാറി നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ 2-3 പാക്കറ്റ് ഇങ്ങനെ വാങ്ങിച്ച് കൊടുത്തിട്ടാ. കയ്യിൽ വന്നിരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ നമുക്ക്. അപ്പം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് പിന്നെ ചേട്ടനോട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി ഞാൻ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നിട്ടാ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു ഇത് കയ്യിൽ വന്ന് ഇങ്ങനെ കൊത്തുമ്പോഴേക്കും വേദന എടുക്കുമോ എന്നുള്ളത്. പിന്നെ അങ്ങനെ കൊത്തി അത് കഴിച്ചുകൊണ്ടിരിക്കണേണ്. നല്ല രസമുണ്ടായിട്ടോ അതിങ്ങനെ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊത്തി കഴിക്കുമ്പോഴേക്കും. ഞങ്ങൾക്ക് 2 പേർക്കും ജോലിക്ക് പോകണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ സമയത്താണ് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയത്. ശരിക്കും ഈ സമയത്ത് വന്നത് നന്നായിട്ട്. അതുകൊണ്ട് തന്നെ അധികം പേരില്ലായിരുന്നു ബീച്ചിൽ. എപ്പോഴും ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും വൈകിട്ട് സമയത്തൊക്കെയാണ് ഇറങ്ങണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.